ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഫായ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഫ്രൂട്ട്സിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 kg അളവിലുള്ള ഒരു കേക്കാണിത്. ഇതിലേക്കിനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ ക്രീമി ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ലോ സ്പീഡിൽ ഓയിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീറ്റർ വെച്ചിട്ടല്ല ചെയ്യുന്നത്, അപ്പോൾ ബീറ്റർ മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ചേർക്കുന്നില്ലെങ്കിൽ അതിന് പകരവും മൈദ തന്നെ എടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ട് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് മൈദ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ബാറ്റർ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പിസ്ത പൊടിച്ചിട്ടുള്ളത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പിസ്ത എസൻസ് ഒരു 2 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്രീൻ കളറും കിട്ടും, എസൻസിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. ഇത് ഒരു 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ട് ഇതൊരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്കുള്ള സ്ട്രോബെറി ക്രഷ് റെഡിയാക്കാനായിട്ട് ഞാൻ 1 കപ്പ് സ്ട്രോബെറി ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇത് സ്പാച്ചില വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അതിൻ്റെ ആവശ്യമില്ല. സ്ട്രോബെറി ആകുമ്പോൾ നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഇത് ഉടഞ്ഞു വരും. അതേപോലെ തന്നെ മാംഗോ ക്രഷും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് നല്ല വേവുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് നല്ല പഴുത്തിട്ടുള്ള മാങ്ങ ആണെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കുക്കായി കഴിയുമ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് കുക്കായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മാങ്ങ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. കാരണം മാങ്ങ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടിരിക്കും. അത് മിക്സിയിലിട്ട് അടിച്ചാൽ മാത്രമേ അത് ക്രഷായിട്ട് കിട്ടൂ.
ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ബൗളൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ബീറ്ററിൻ്റെ ബ്ലേഡും തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് വിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. വലിയ കുഴപ്പമില്ല, എന്നാലും മാക് ടോപ്പിൻ്റെ അത്ര അങ്ങോട്ട് നന്നായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, മധുരം നോക്കിയിട്ട്. ഈ ഒരു ക്രീമിൽ പഞ്ചസാരയും വാനില ഫ്ലേവറും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊന്ന് എടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് പിസ്ത പൊടിച്ചത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചതും ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കേക്ക് ഇപ്പോൾ ബേക്കായിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 3 ലെയറാക്കി എടുക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലുള്ളൊരു കേക്കാണിത്. സ്ട്രോബെറി ക്രഷൊക്കെ തണുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടില്ല. മാംഗോ ക്രഷ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് വേണ്ടത്. കേക്ക് ഒന്ന് നനച്ചു കൊടുക്കുന്നത് പൈനാപ്പിൾ ജ്യൂസ് വെച്ചിട്ടാണ്. പൈനാപ്പിൾ ജ്യൂസിൽ കുറച്ച് പഞ്ചസാരയോട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി മാംഗോ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാംഗോ ക്രഷിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടില്ല. ഈ ഓരോ ലെയറിലായിട്ടും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടും ഇതേപോലെ പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലും പിസ്ത ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി ക്രഷ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പീസ് കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്കുള്ള ഫൈനൽ ഐസിങ് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫെക്ഷനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ലാസ്റ്റ് വിപ്പിംഗ് ക്രീം എല്ലായിടത്തേക്കും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. മൊത്തത്തിൽ കേക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം.
ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം, ഒരു 1.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് മൈക്രോവേവിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് പൈപ്പ് ചെയ്തിട്ട് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് കുറച്ചൊന്ന് തണുത്തിട്ടാണ് ചെയ്യുന്നത്, ഒരുപാടങ്ങ് തണുത്ത് പോകണ്ട. എന്നിട്ട് ഇനി കുറച്ച് മാങ്ങയും സ്ട്രോബെറിയൊക്കെ വെച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് താഴെയായിട്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്, മുകളിലും സൈഡിൽ കുറച്ച് ബോർഡർ കൊടുക്കുന്നുണ്ട്. സ്റ്റാറിൻ്റെ നോസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഗനാഷ് ഇതിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഗനാഷിൻ്റെ ചൂട് കൊണ്ട് ഈ ഒരു കേക്കിൻ്റെ ആ വിപ്പിംഗ് ക്രീം മെൽറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. എന്നിട്ട് കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് ചോക്ലേറ്റ് ഗനാഷും കേക്കും ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കിഫായ കേക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്